ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 18 ഡേ 17. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇന്നലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരു 10,500 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകാം. രാവിലെ തന്നെ അനീഷും ഷാനവാസും തമ്മിൽ ചെറിയൊരു ഉടക്ക്. സാധാരണ ക്ലീൻ ചെയ്യാത്തതിനാണ് ഓരോ സ്ഥലത്തും അടി ഉണ്ടാവുന്നത്. ഇവിടെ ക്ലീൻ ചെയ്തതിന് അടി ഉണ്ടാക്കുന്നത് ഗൈസ്. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അത് കഴിഞ്ഞാണ് അക്ബർ നമ്മുടെ ഷാരികയെ കളിയാക്കി ഒരു പാട്ട് പാടുന്നത്. നല്ലൊരു പാട്ടാണ്, നല്ല ഊക്കി വിട്ടിട്ടുണ്ട് ഷാരിക ആ ഒരു പാട്ട് പാടി. അതുപോലെ തന്നെ ബിന്നിയെ കളിയാക്കി പാടുന്നുണ്ട്. ബിന്നിയെ കളിയാക്കി പാടുന്ന എപ്പിസോഡിനകത്ത് വന്നിട്ടില്ല. മേ ബി ബിഗ് ബോസ് പ്ലസിനകത്ത് വരുമായിരിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ബിഗ് ബോസ് പ്ലസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ ഹൈജീൻ ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തൊട്ട് മുമ്പ് ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. രേണു സുധിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. കണ്ടില്ലാത്തവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കുറെ കാര്യങ്ങളൊക്കെ. അക്ബർ ഇരിക്കുന്ന ഇരുത്ത കണ്ടപ്പം അക്ബറിന്റെ കയ്യിൽ ഒരു ചെരുപ്പ് ഇടുപ്പുണ്ട്. ബാത്റൂമിൽ ഇടുന്നതും അവിടെ ഇടുന്നതും എല്ലായിടത്തും ഇട്ടുകൊണ്ട് കിടക്കുന്ന ചെരുപ്പാണ്. അതാണ് എടുത്ത് കൈ വെച്ചോണ്ടിരിച്ച് മൈക്ക് പോലെ വെച്ചിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാം എണ്ണം കണക്കാണ്. ഒരു വൃത്തിയും വനയില്ലാത്ത കുറെ കണ്ടസ്റ്റൻസ് ആണ് ഈ വട്ടം ബിഗ് ബോസ് ഹൗസിലുള്ളത്. ഇപ്പൊ രേണുവിനെ കുറ്റം പറഞ്ഞു വന്ന അനുമോളാണ്. അനുമോൾ ഒട്ടും മോശമൊന്നുമല്ല. അനുമോള് കണ്ട കിച്ചന്റെ സ്ലാബിന്റെ മേളിൽ കയറിയിരുന്ന അനുമോള് പാചകം ചെയ്യത്തുള്ളൂ. നീളമില്ലാത്തവരൊക്കെ ഇങ്ങനെയാണോ പാചകം ചെയ്യുന്നത്? ഇതിന്റെ ഇടയ്ക്ക് ആരും വന്നിട്ട് ഒരു പട്ടിഷോ കാണിക്കും. അതൊന്ന് കാണിക്കാവേ. അനുമോൾ അവിടെ ഇരുന്ന് ചെയ്തപ്പോഴത്തേക്ക് എല്ലാരും വന്ന് ചോദ്യം ചെയ്തു. അന്നേരം ലവൻ ഈ ആര്യൻ എന്ന് പറയുന്നവൻ അവനെ ആള് പറയുന്നുണ്ട്. ഇവന്റെ അവസാനം ഒരു ടാസ്ക് കൊടുത്തപ്പോ ആ ടാസ്കിനകത്ത് കാണിച്ച ചേറ്റതരം. എത്ര കാർഡാണ് പെണ്ണുങ്ങൾ പോലും ഇമ്മാതിരി കാർഡ് ഇറക്കത്തില്ല. അമ്മാതിരി കാർഡുകളാണ് ഈ ഇവൻ ഇവിടെ അകത്ത് കിടന്ന് ഇറക്കിയത്. അത് ഞാൻ വരുന്നുണ്ട്. അത് ഇത് അവനെ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതിലോട്ട് ഞാൻ വരട്ടെ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചോടിച്ചങ്ങ് പോകുന്നത്. അനുമോൾ ഇപ്പൊ അതിന്റെ മേളിൽ കയറി ഇരിക്കും, നാളെ അവൾ അതിന്റെ മേളിൽ കയറി നിൽക്കും എന്നുള്ള രീതിയിലാണ് ഇയാൾ പറയുന്നത്. എന്നിട്ട് ഈ പൊട്ടൻ ആ സ്ലാബിന്റെ മേളിൽ കയറി നിൽക്കുകയാണ്. കണ്ടില്ലേ? നാളെ ഇവൾ ഇതുപോലെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവനത് ആ തെറ്റ് അവൻ ചെയ്ത് കാണിക്കുകയാണ്. ഇത്രയും വെടലകളുണ്ടോ? ഒരു വിവരവും ബോധവും ഇല്ലാത്ത ഇങ്ങനെ കുറെ കഴുതകൾ. ഇവന്റെ വിചാരം ഇവൻ വലിയ എന്തൊരു പ്ലെയർ ആണെന്ന. ആ കൂടി കുറച്ച് ടാസ്ക് മര്യാദയ്ക്ക് ചെയ്യും, അല്ലാതെ ഒരു കഴിവ് ഇവനെ കൊണ്ട് ഇല്ലാനാണ്. ഇതിനുശേഷം ഈ ഹൈജീന്റെ ഇഷ്യൂ പറഞ്ഞ് അക്ബറും അനുമോളും തമ്മിൽ അടിയാവും. ആണുങ്ങളാരും കക്കൂതി പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കത്തില്ലെന്ന് അക്ബറിനെ ചൂണ്ടി അനുമോള് പറയും. ഇത് അക്ബറിന് പൊട്ടും. അങ്ങനെ അക്ബറും അനുമോളും തമ്മിൽ അടിയാവും. അതിനകത്ത് സരിക കയറി പിടിക്കും. സരിക കയറി പിടിച്ചിട്ട് പറഞ്ഞ് അനുമോളെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, അവന്മാര് വലതും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ പല ആളുമാരും കുടുങ്ങും എന്നുള്ള രീതിയിൽ. മനസ്സിലായോ? ഇപ്പൊ രാവിലെ തന്നെ കിച്ചണിൽ ആ ഒരു അടി നടന്നിട്ടുണ്ട്. ആദ്യത്തെ 2 ആഴ്ച നോക്കുകയാണ് അനീഷായിരുന്നു എല്ലാ ദിവസവും രാവിലെ അടി ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇതങ്ങോട്ട് മാറിയിട്ട് അനുമോളായിട്ടുണ്ട് എല്ലാ ദിവസവും. ഇപ്പൊ ലാസ്റ്റ് ഒരു 3 ദിവസമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ അടിയുണ്ടാക്കുന്ന കർത്തവ്യം ഇപ്പൊ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോളാണ്. അനുമോൾക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ, ഉള്ളത് പറയണമല്ലോ. അനുമോളുടെ കേസ് ഇട്ട് പറയുകയാണെങ്കിൽ അനുമോളൊന്നും BB മെറ്റീരിയൽ ഒന്നുമല്ല. പക്ഷെ അനുമോൾ ഇതിനകത്ത് വന്ന് ഇല്ല അടികൊണ്ട് എന്താ പറയാ, അവസാനം ഒരു മൂർച്ചയുള്ള കത്തിയായി മാറുമെന്ന് പറയത്തില്ലയോ, അതുപോലെ ആയി തീർന്ന ഒരു പ്ലെയർ ആണ് അനുമോൾ. ആദ്യമൊക്കെ ആരെങ്കിലും വന്നതിലും പറയുകയാണെങ്കിൽ മാറിയിരുന്നു മോങ്ങുമായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, മോങ്ങിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. 4 പറഞ്ഞിട്ട് മാറിയിരുന്നു മോങ്ങാനാണ് ഇപ്പൊ പതിവ്. എന്തായാലും കൊള്ള, അനുമോൾ ഇപ്പൊ കയറി വരുന്നുണ്ട്. ഈ ഹൈജീൻ ഇഷ്യൂ ഭയങ്കരമായിട്ട് ആ ഒരു ഹൗസിലുണ്ട്, അത് നല്ല രീതിയിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് രാവിലെ ഈ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തത്. നമ്മൾ അതിനെയൊക്കെ പറ്റി തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോർ അടിപ്പിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് ടാസ്ക് വരുന്നത്. നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട ടാസ്ക് 750 പോയിന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക്. ഈ വീടിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഈ വീടിന് വേണ്ടി എല്ലാം ത്യജിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ടാസ്ക് ലെറ്ററിനകത്ത് വൻ ഡയലോഗ് ബിഗ് ബോസ് എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവർ ലോട്ട് ഇട്ടിട്ട് ആദില ആൻഡ് നൂറെ സെലക്ട് ചെയ്യും ടാസ്ക് റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സംഭവം എന്താണെന്ന് മനസ്സിലാവത്തില്ല. അവിടെ ചെല്ലുമ്പോഴാണ് ഇതുപോലെ 4 കുറ്റികൾ വെച്ചിട്ടുണ്ട്. ഈ കുറ്റികളുടെ മുകളിൽ ഓരോരോ കാർഡ് വീതം ഉണ്ട്. ആ കാർഡിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഇവരത് ചലഞ്ച് ഏറ്റെടുക്കണം എന്നുള്ളതാണ് ആ ഒരു ടാസ്ക്. ആദ്യത്തെ കാർഡിനകത്ത് വലുതായിട്ടൊന്നുമില്ല. രണ്ടാമത്തെ കാർഡ് ഇതാണ്. രണ്ടാമത്തെ കാർഡിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്. കൃത്യമായി വായിക്കണം, ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്. എന്നിട്ട് അതിന് തൊട്ടടുത്ത ഒരു ആശ്ചര്യ ചിഹ്നവും ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസിന്റെ അപാര കെണികളാണ് കേട്ടോ. ആ ആശ്ചര്യ ചിഹ്നം ഒരു ക്ലൂ ആണ് ആക്ച്വലി. നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നാണ് ആ ഒരു കാർഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഫാമിലി വീക്ക് വരാൻ പോവുകയാണ്. അപ്പം വായിച്ച ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാർഡ് എടുക്കും. അടുത്ത കാർഡ് എടുക്കുന്ന സമയത്ത് 3 പേരുടെ ഫാമിലിയെ ചൂസ് ചെയ്യാൻ പറയും. ആരുടെയൊക്കെ ഫാമിലി വരാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? അവരുടെ ഫാമിലി സെലക്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ആദ്യം അപ്പാനിയുടെ ഫാമിലിയെ സെലക്ട് ചെയ്യും. അപ്പനേക്കും എനിക്ക് കാണാവേ ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളു വീട്ടിലോട്ടൊന്ന് വിളിക്കണമെന്ന്. അപ്പനെയൊക്കെ ഇവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. അത് കഴിഞ്ഞിട്ട് രേണുസിയുടെ കാര്യം പറയും. അപ്പോഴത്തേക്ക് രേണുവിന്റെ മുഖത്ത് എക്സ്പ്രഷൻ കാണണം. എന്റെ കിച്ച
എന്റെ ഋതപ്പ, എന്റെ കിച്ചൊന്നും പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ തേരാപ്പാര ഇത് പറച്ചിലാണ് രേണുവിന്റെ പണി. അപ്പൊ പിന്നെ കുറച്ചുകൂടെ ഡ്രാമയ്ക്കുള്ള സ്പേസ് ആയല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ സാധനത്തിന് ഈ റെനയുടെ ലവറിനെ കാണണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുകൊണ്ട് റെനയുടെ ഫാമിലി വരണമെന്ന് അങ്ങനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് റെനയ്ക്ക് ഇരുന്ന് ഭയങ്കര കരച്ചില്, മാരക കരച്ചില്. ഈ ബിഗ് ബോസ് തുടങ്ങിയിട്ട് 3 ആഴ്ച തികഞ്ഞിട്ടില്ല. അതിന് മുമ്പ് നിനക്ക് വീട്ടുകാരെ കാണാ അതിനേക്കാളും നല്ല നീയൊക്കെ പെട്ടിയും കടക്കായിട്ട് തിരിച്ചു പോകുന്നതാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ പ്രവാസികളുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് ഗൾഫിലൊക്കെ പോയി കിടക്കുന്നവര്, വീട്ടിലോട്ടൊന്നും ഒരു കണക്ഷനും ഇല്ലാതെ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ പോയി കിടക്കുന്നവരുണ്ട്. അവരൊക്കെ പിന്നെ എന്തോ വിളിക്കണം? 3 ആഴ്ച പോലും തികഞ്ഞില്ല, അതിന് മുമ്പേ വീട്ടുകാരെ കാണണമെന്നും പറഞ്ഞിട്ട് മാരക കരച്ചിലാണ്. അതും ഈ റെനയുടെ എനിക്കത് കേൾക്കുമ്പോൾ ചോദിച്ചു വരും. മുട്ടത്തോടം തലയും വെച്ച് അവിടെ ഇരിക്കുന്നത് പറയുന്നില്ല. ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നാലാമത്തെ കാർഡ് കഴിയുമ്പോഴത്തേക്ക് അടിച്ച് ഒന്നാക്കി കൊടുക്കുന്ന രീതിയിലുള്ള 4ാമത്തെ കാർഡ്. ഈ 3 ഫാമിലികളുടെയും ബിഗ് ബോസ് വീട്ടിലേക്കുള്ള വരവ് വേണ്ടെന്ന് വെക്കുക. ഇതാണ് ചലഞ്ച്. വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 750 പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ 750 പോയിന്റ് കിട്ടത്തില്ല. ആദില അവിടെ ഭയങ്കര ഒരു നന്മമരം കളി കളിക്കും. എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ലേ വീട്ടിലോട്ട് ഫാമിലിയെ കൊണ്ടുവരാൻ. അപ്പൊ പിന്നെ അവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലയോ, അതുകൊണ്ട് നമുക്ക് വേണ്ട, അവരുടെ ഫാമിലി വരട്ടെ, ബാക്കി എല്ലാവരുടെയും ഫാമിലി വരുന്ന സമയത്ത് അവരുടെ മാത്രം ഫാമിലി വരാതിരുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതല്ലയോ എന്നും പറഞ്ഞിട്ട് ആദില നമുക്ക് 750 പോയിന്റ് വേണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങ് വിടും. പുറത്തോട്ട് ആദില 100 ഇറങ്ങുമ്പോഴത്തേക്ക് കപ്പടിച്ചിട്ട് വരുന്ന പോലെ എല്ലാവരും ഭയങ്കര കയ്യടിയോടുകൂടി അവരെ സ്വീകരിക്കും. അപ്പനെയൊക്കെ പോയി കെട്ടിപ്പിടിച്ച് എന്റെ പൊന്നുമോളെ അടുത്ത ആഴ്ച എന്റെ രേഷ്മയെ കാണാം എന്നും പറഞ്ഞിട്ട് അപ്പനെയൊക്കെ പോയി കെട്ടിപ്പിടിച്ച് ഇതാക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ കൂട്ടമായിട്ട് തീരുമാനിക്കും 750 പോയിന്റ് വേണ്ട, നഷ്ടപ്പെട്ടോ കുഴപ്പമില്ല, ഈ ടാസ്ക് അടുത്ത ടാസ്കിന് പിടിക്കാം, ഫാമിലി വരട്ടെ. അങ്ങനെ ആ ഒരു ടാസ്ക് മൂഞ്ചി 1250 പോയിന്റ് ഇനി ബാക്കിയുള്ളൂ. അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് എല്ലാത്തിനും വിളിച്ചിട്ട് പറയും, സാധാരണ 10ാമത്തെ 11ാമത്തെ വീക്കിലാണ് ഓരോ കണ്ടസ്റ്റൻസിന്റെ ഫാമിലി ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് വരുന്നത്. ആ സമയത്ത് ഈ കൂട്ടത്തിരിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് പോലും ഇവിടെ അറിയത്തില്ല. അപ്പൊ പിന്നെ 750 പോയിന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അന്നേരമാണ് എല്ലാത്തിനും ബുദ്ധി ഉദിക്കുന്നത്. ബ്ലിങ്കി ഇരുന്ന് എല്ലാവരും ബ്ലിങ്കി അടവടല മൂഞ്ചിച്ച് കൈ കൊടുത്തു, അടവടല അണ്ടിച്ച് അണ്ണായി കൊടുത്തു ബിഗ് ബോസ്. പിന്നല്ലാതെ ടാസ്കിനെ ടാസ്ക് ആയിട്ട് എടുക്കണം. ഇത് ചലഞ്ചിങ് ടാസ്ക് ആണ്. ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകരുത്. ഈ കാര്യങ്ങളൊക്കെ 100 ദിവസം വീട്ടുകാരെ കാണാൻ പറ്റത്തില്ല എന്നൊക്കെ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയല്ലേ അതിന്റെ അകത്തോട്ട് പോകുന്നത്. ഈ ഒരു മെന്റാലിറ്റി വെച്ചോണ്ടല്ലേ അതിന്റെ അകത്തോട്ട് പോകുന്നത്. വീട്ടുകാരെ കാണണം, ക്യൂറ്റ് ചെയ്ത് ഇറങ്ങി പോയി കാണണം. അല്ലാതെ ചുമ്മാ നന്മമരം കളിക്കാൻ വേണ്ടി അതിന്റെ അകത്ത് എല്ലുകാണ്. നന്മമരം കളിക്കാൻ വേണ്ടി കുറെ നന്മയോളികൾ. ചലഞ്ച് ഏറ്റെടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? ആ ടാസ്ക് അങ്ങനെ ബൂം ചിക്കാവായി പോയി. അടുത്ത 4ാമത്തെ ടാസ്ക് വരുവാണ്. ഇതാണ് കിടിലൻ ടാസ്ക്, ഒന്നും പറയാനില്ല, കിടിലൻ ടാസ്ക്. ഈ ഒരു ടാസ്കിന് 3 പേരാണ് ആവശ്യം. അപ്പോ എല്ലാവരുടെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞു. കൂടുതൽ ആൾക്കാരും പറയുന്ന പേര് അനീഷ്, ജിസൈൽ, അക്ബർ, ആര്യൻ. ഇവരുടെ 4 പേരുടെ പേരാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ പേര് അനീഷിന്റെയും ജിസൈലിന്റെയും ആര്യന്റെയും ആണ്. എല്ലാ ടാസ്ക് എടുത്താലും ജിസൈലും ആര്യനും ഉണ്ടല്ലോ. ഉപ്പില്ലാത്ത കറിയില്ലെന്ന് പറയുന്ന പോലെയാണ്. ഏത് ടാസ്ക് എടുത്താലും ജിസൈലും ആര്യനും. നിനക്കൊക്കെ നാണമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനെ ഇവിടെ കളിപ്പിക്കാനാണെങ്കിൽ പിന്നെ നീ ബാക്കിയുള്ളവന്മാരൊക്കെ എന്തോത്തിരിക്കുക. ഏത് ടാസ്ക് എടുത്താലും ജിസൈലും ആര്യനും പോയിട്ട് എല്ലാവരും സെലക്ട് ചെയ്തങ്ങ് വിടും, ജിസൈലും ആര്യനും. എന്നിട്ട് ഈ സെലക്ട് ചെയ്തതിന്റെ ഇടയിൽ അഭിലാഷ് വന്നിട്ട് ഷാരികയുടെയും രേണുവിന്റെയും പേര് പറയും. അപ്പൊ ആര്യൻ ഇരുന്ന് ചിരിക്കുന്നു, എന്താ ബ്രോ എന്നും പറഞ്ഞിട്ട്. അവന്റെ മോന്ത പിടിച്ചൊരയ്ക്കാനാ തോന്നി. ഉള്ള കാര്യം ഇവൻ ഇന്ന് എക്സ്പോസ്ഡ് ആയി. ഇവൻ അട്ടർ ഫേക്ക് ആണെന്ന് ഈ ഒരു ടാസ്കിനകത്ത് കണ്ടു. ഇവനെ കൊണ്ട് ഒരു ഗുണമില്ലെന്ന് ഇന്ന് അവൻ തെളിയിച്ച്. പെണ്ണുങ്ങൾ പോലും ഇമ്മാതിരി തൊട്ടിക്കാട് ഇറക്കത്തില്ല. അത് അവനെ കൊണ്ട് പറ്റുന്ന കാർഡെല്ലാം അവൻ ഈ ഒരു ടാസ്കിനകത്ത് ഇറക്കി. നമുക്ക് ടാസ്കിലോട്ട് വരാം. ടാസ്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ പോലെ 3 കാർഡ്, 3 പേരും 3 കുറ്റിയുടെ ചുറ്റും നിപ്പുണ്ട്. ആദ്യത്തെ കാർഡ് അനീഷാണ് എടുക്കുന്നത്. അനീഷിന്റെ കാർഡിനകത്ത് എഴുതിയേക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല. ഈ സീസൺ അവസാനിക്കുന്നത് വരെ, ഇപ്പോൾ മുതൽ ഈ സീസൺ അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല എന്ന് കൃത്യമായി ആ ഒരു കാർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അനീഷ് അത് വായിച്ചിട്ട് അടച്ച് പിന്നെ തുറന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചൈനീസ് കപൂർ ആണ് കാർഡ് എടുക്കുന്നത്. ചൈനീസ് കപൂറിന് വായിക്കാൻ അറിയത്തില്ല. അപ്പൊ പിന്നെ അനീഷിന്റെ അടുത്ത് ചോദിക്കും, ഇവിടെ ഒന്ന് വായിച്ചു തരുമോ? അനീഷ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ വായിച്ചോ. അനീഷ് പറഞ്ഞു മീൻസ് ആംഗ്യം കാണിക്കും. അനീഷ് മിണ്ടത്തില്ല. ബിഗ് ബോസ് പറയും, അനീഷേ അത് വായിച്ചു കൊടുക്കടാ മോനെ. അനീഷ് മിണ്ടത്തില്ല. ബിഗ് ബോസ് 3 വട്ടം പറയും, അനീഷ് മിണ്ടത്തില്ല. അനീഷ് വരെ കാർഡിനകത്ത് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ മുതൽ എന്നും പറഞ്ഞിട്ടാണ് അകത്ത് എഴുതി വെച്ചേക്കുന്നത്. ആ ഒരു ഇപ്പോഴിനകത്ത് പിടിച്ച് അനീഷ് ത്രൂ ഔട്ട് മിണ്ടാതങ്ങ് ഇരിക്കുകയാണ്. ബിഗ് ബോസ് പിന്നെയും പറയും, അനീഷ ഗെയിം തുടങ്ങിയിട്ടില്ല, അനീഷിന് മിണ്ടാം. അനീഷ് മിണ്ടത്തില്ല.
അങ്ങനെ ബിഗ് ബോസ് ഗതി കെട്ടിട്ട് പുറത്തുനിന്ന് ഒരാളെ അകത്തോട്ട് വിട്ടിട്ട് അവരെ കൊണ്ട് വായിക്കും. കാര്യം എന്ന് വെച്ചാൽ ജിസേലിന് വായിക്കാൻ അറിയത്തില്ല, ആര്യന് വായിക്കാൻ അറിയത്തില്ല. അങ്ങനെ അപ്പാനി വന്നിട്ട് വായിച്ചു കൊടുക്കും. അപ്പൊ ആര്യന്റെ കാർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ബോട്ടിൽ ജ്യൂസ് വെച്ചിട്ടുണ്ട്, അത് കുടിച്ച് തീർക്കുക എന്നുള്ളതാണ് അവന്റെ ചലഞ്ച്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കാർഡ് ജിസേലിനാണ്. ജിസേലിന്റെ കാർഡാണ് മൊട്ടയടിക്കുക, തല മൊട്ടയടിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബിഗ് ബോസിന് അനൗൺസ്മെന്റ്. 3 പേരും കൂടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുക ആരൊക്കെ ചെയ്യണം. അനീഷ് മിണ്ടാതിരിക്കുകയാണ്, ഞാൻ ഇത് ഏറ്റെടുത്ത്, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. അവനതങ്ങ് ഏറ്റെടുത്ത്. അപ്പൊ ബാക്കിയുള്ള ആരൊക്കെയാണ്? ജിസയിലും ആര്യനും. ഒരു പെണ്ണിന്റെ മുടി മൊട്ടയടിക്കുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല, പക്ഷെ ആര്യന്റെ മുടി അവന് മൊട്ടയടിക്കാം. അവനൊരാണല്ലേ, അവന് വിളിച്ചു വരും. പക്ഷെ തല്ലിക്കൊന്ന മൊട്ടയടിക്കാൻ സമ്മതിക്കത്തില്ല. ഇവൻ അതിനിറക്കുന്ന കാർഡുകൾ കാണണം, അജാതി കാർഡുകളാണ്. ഇവൻ മൊട്ടയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ തന്ത വരെ പിടിച്ചിട്ട്, അവന്റെ റിലീജിയനെ പിടിച്ചിട്ട് അവൻ മൊട്ടയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സീസൺ ഞാൻ മൊട്ടയിരിക്കും. നീ പറഞ്ഞ കാർഡ് രൺബീർ കപൂറായി മാറും, അത്രേ ഉള്ളൂ. നീ എന്തോ നിന്നെ പറ്റി വിചാരിച്ചു വെച്ചേക്കാം, നീ രൺബീർ കപൂർ ആണെന്നാണ് നിന്റെ വിചാരം. ആരും ഇവനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, ഇവനെ കാണാൻ രൺബീർ കപൂറിന്റെ കൂട്ടുണ്ടെന്ന്. ഒരു കപൂറും ഇല്ല, അവന്റെ രൺബീർ കപൂർ. മൊട്ടടി എന്ന് പറഞ്ഞാൽ ഫാദർ വീട്ടിൽ മരിക്കുമ്പോഴാണ് നമ്മളെ മൊട്ടടിക്കണത്. അവൻ അടിച്ച ഡയലോഗ് കേട്ടാ, മൊട്ടയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാദർ വീട്ടിൽ മരിക്കുമ്പോഴാണ് അവരുടെ വീട്ടിലെല്ലാവരും മൊട്ടയടിക്കുന്നതെന്ന്. അപ്പോ അവൻ മൊട്ടയടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഫാമിലിക്ക് അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. എന്തൊരു ഡയലോഗ് അടിയാണ് ഇത്. കഴിഞ്ഞിട്ട് അടുത്ത ഇവന്റെ ഡയലോഗ് നിങ്ങൾ കേൾക്കണം. സ്പെസിഫൈ 1000 പോയിന്റ്. പക്ഷെ അങ്ങനെ ഞാൻ റെഡി ആയിരുന്നു. ഇഫ് ദ പോയിന്റ്സ് കൂടുതലായിരുന്നെങ്കിൽ, 1000 പോയിന്റിനേക്കാൾ കൂടുതലൊക്കെ ആയിരുന്നെങ്കിൽ അവൻ മൊട്ടയടിച്ചേനെ. ഇനി തൊട്ടുമുമ്പ് പറഞ്ഞ ഡയലോഗ് എന്താണ്? വീട്ടിൽ അച്ഛനൊക്കെ മരിക്കുമ്പോഴാണ് മൊട്ടയടിക്കുന്നത്. അപ്പം 5000 പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, മനസ്സിലായോ? ചത്താ കുഴപ്പമില്ല. എന്തൊരു ഉടായിപ്പാടാ ഇവര്, എന്തൊരു ലോകം ഉടായിപ്പാടാ. ഇങ്ങനെയുണ്ടോ? മൊട്ടയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്തയെ കൊന്നവൻ അമ്മാതിരി സാധനമാണ് ഇറക്കി വിട്ടത്. എന്നിട്ട് റിലീജിയൻ, ഞങ്ങളുടെ റിലീജിയൻ ഇതൊന്നും പറയുന്നില്ല. റിലീജിയനെ പിടിച്ചിട്ടിനകത്ത് നിനക്ക് മൊട്ടയടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ബിഗ് ബോസേ, മൊട്ടയടിച്ചു കഴിഞ്ഞാൽ എന്റെ ഗ്ലാമർ പോകും, ഇത്രയും പറഞ്ഞാൽ മതി. എന്നെ പിന്നെ പെണ്ണുങ്ങളൊന്നും നോക്കത്തില്ല. ഞാൻ ഇങ്ങനെ മൊട്ടയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിനകത്ത് നടക്കേണ്ടി വരും. ഞാൻ ഊള ലുക്കാണ് മൊട്ടയടിച്ചാല്. ഇതങ്ങ് പറഞ്ഞാൽ മതി. അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഇവൻ എന്തൊക്കെ കാർഡാണ് ഇവൻ ഇറക്കിയത്. ഇത് കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ഇവ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും ഇവന്റെ ഈ ഗെയിം കാണുമ്പോൾ. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് പുറത്ത് കണ്ടോണ്ടിരിക്കുന്ന ബാക്കി കണ്ടസ്റ്റൻസ് ചർച്ചയാവും. ആരും എന്താ മൊട്ടയടിച്ച കുഴപ്പം, അവന്റെ ഒരാണല്ലേ, അവൻ മൊട്ടയടിക്കട്ടെ എന്നുള്ള തരത്തിലാവും. അവിടെ ഇരിക്കുന്ന റെന, പെണ്ണുങ്ങളെക്കാളും കൂടുതലും മുടിയുള്ള നെവിന്, അബി, ഇവരെല്ലാരും പറയുന്നുണ്ട് ഞാൻ ആരെ മൊട്ടയടിച്ചേ, ഞാൻ മൊട്ടയടിക്കാൻ വില്ലിംഗ് ആണ്. അപ്പാനി ശരത്ത് പറയുന്നുണ്ട്, അക്ബർ പറയുന്നുണ്ട് ഞാനൊക്കെ മൊട്ടയടിക്കാൻ വില്ലിംഗ് ആണ്. അപ്പൊ പ്രശ്നം രൂക്ഷമായപ്പോഴത്തേക്ക് ബിഗ് ബോസ് അടി പൊട്ടിക്കാൻ വേണ്ടി തന്നെ പുറത്ത് ആൾക്കാർ വയലന്റ് ആയിട്ട് നിൽക്കാണ്. ഇവ മൊട്ടയടിക്കുന്നില്ല, അബിയൊക്കെ പൊട്ടി നിൽക്കാണ്. കാര്യം അബി എടുത്ത് ഉടക്കിയിട്ടാണ് ഇവൻ ആദ്യം അകത്തോട്ട് കയറി പോകുന്നത് തന്നെ. ബിഗ് ബോസ് പറഞ്ഞ് ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് എല്ലാം ടാസ്ക് റൂമിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും അങ്ങോട്ട് ചെന്ന് ചോദിച്ച്, നീ എന്താ മൊട്ടയടിക്കാത്ത, നിനക്ക് മൊട്ടയടിച്ച് എന്താ ചോദിച്ച്. അന്നേരം അവരുടെ ഡയലോഗ് കേൾക്കണം. അടുത്ത കാർഡ് ബിഗ് ബോസ് വന്ന് ഇവിടെ തുണി ഊരാൻ പറഞ്ഞ അവള് തുണി ഊരുവന്ന്. എന്തുവാണ് ഇവൻ അവിടെ ഇല്ല, ജിസേലിനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യുന്ന പോലാണ് ഇവൻ കളിക്കുന്നത്. അവളെ കൊണ്ട് മൊട്ടയടിക്കാൻ സമ്മതിക്കത്തില്ല, ഞാനും മൊട്ടയടിക്കത്തില്ല. അന്തസ്സുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ മൊട്ട അടിക്കൂടാന്ന് പറഞ്ഞിട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു. അതാണ് ആണത്തം. അല്ലാതെ ഇങ്ങനെ നിന്റെ കൂട്ട് റബ്ബർ കൊണ്ട് നടക്കുന്നില്ല. നിന്നേക്കാളും സ്ട്രോങ് ആണ് അവിടെ തൊട്ടടുത്തിരിക്കുന്ന ജിസേല്. അവള് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ബിഗ് ബോസേ ഇവിടെ മേക്കപ്പ് ഇല്ല, പ്രോപ്പർ ഡ്രസ്സ് തരുന്നില്ല, ഇവിടെ മൊട്ടയടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല, എനിക്ക് അടിക്കാൻ പറ്റത്തില്ല. അതാണ് അവള് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ്. ഇവൻ വന്നിട്ട് പറയാണ് തന്ത ചാവുമ്പോഴാണ് അവന്റെ വീട്ടിൽ എല്ലാവരും മൊട്ടയടിക്കുന്നത്. പക്ഷെ 5000 പോയിന്റ് മൊട്ടയടിക്കുന്നതിന് അവന് കുഴപ്പമില്ല. അപ്പൊ പിന്നെ തന്ത കൊന്നാലും കുഴപ്പമില്ല. ഇവ സ്വന്തമായിട്ട് ഇവന് ഹീറോ ആയിട്ടാണ് ഇവനെ കാണുന്നത്. അവള് മൊട്ടയടിക്കാൻ സമ്മതിക്കത്തില്ല, ഞാനും മൊട്ടയടിക്കത്തില്ല. നീ ഹീറോ അല്ല, നീ വെറും സീറോ ആണ്. ഇങ്ങനെ ഒരു നാണം കെട്ടവനെ ഞാൻ സീരിയസ്ലി ഇവനെ അത്യാവശ്യം ഇവനെ നല്ലൊരു ഗെയിമറാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇതുപോലൊരു പേടിത്തൊണ്ട, ഇതുപോലൊരു ഭീരു, ഇതുപോലൊരു കോൺഫിഡന്റ് ഇല്ലാത്തവൻ ആ ഹൗസിലില്ല. പെണ്ണായിട്ടുള്ള റെന വരെ പറഞ്ഞ് ഞാൻ മൊട്ടയടിക്കാൻ തയ്യാറാണെന്ന്. അതിന്റെ ആ 19 വയസ്സുള്ള ആ പെങ്കൊച്ചിനുള്ള കരുത്ത് പോലും ഇവനില്ല. ഉളുപ്പുണ്ടോ ചെങ്ങാതി? ഉളുപ്പ്, ലേശം ഉളുപ്പുണ്ടോ? അടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഒന്ന് അടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അനീഷ് ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ്, അവിടെ കിടന്ന് എല്ലായിടവും ബഹളം വെക്കുന്നു. അനീഷ ഒറ്റ നിൽപ്പ്. മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ഇതാണ് മൈൻഡ് ഗെയിം. ബിഗ് ബോസിനെ തിരിച്ചു പണിതെന്ന് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസ് കൊടുത്ത ആ ടാസ്ക് ലെറ്റർ എഴുതിയേക്കുന്ന സാധനം പുള്ളി പക്കായിട്ട് ഫോളോ ചെയ്തു. ഒന്ന് ഓർത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചാണ് അനീഷ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചലഞ്ചാണ്. ഒരു വ്യക്തിക്ക് അവിടെ എങ്ങനെ ഒരാൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റും? അത് ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? ഭ്രാന്ത് പിടിച്ച് പോകത്തില്ലേ? അങ്ങനെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സംസാരിച്ച് ഫൈറ്റ് ചെയ്യേണ്ട ഒരു ഹൗസാണ്. അപ്പോ സീസൺ തീരുന്നത് വരെ മിണ്ടുന്നില്ല എന്നൊരാൾ ആ ചലഞ്ച് ഏറ്റെടുക്കുവാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ ആവൻ കാക്കത്തൂറിയെ കൊണ്ടൊന്നും ഇത് നടക്കത്തൊന്നുമില്ല, ജിസേലിനെ കൊണ്ടും പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല.
അനീഷിനെ കൊണ്ടും പറ്റുമെന്ന് തോന്നുന്നില്ല, ഒരു മനുഷ്യനെ കൊണ്ടും ഒന്നും പറ്റത്തില്ല. പക്ഷെ അനീഷ് അത് ഏറ്റെടുത്ത് എനിക്കത് മതി. ആരും കാക്കതൂറി എന്തോ കാണിച്ച് അവൻ്റെ അടുത്ത് മുട്ട അടിക്കാൻ പറയുമ്പോൾ അവന് പറ്റുന്നില്ല. എന്നിട്ട് പറയാം ഞാൻ പ്രൊട്ടക്ട് ചെയ്യണം, ആര് ജിസേലിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവൻ ഹീറോ കളിക്കാൻ നിൽക്കുന്നു. ഇതിന്റെ ഇടയിൽ കൂടെ അക്ബർ പറഞ്ഞ ആരും മുട്ട അടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ അക്ബർ ഭയങ്കര ഷോ ഒക്കെ ആവട്ടെ, എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി മുട്ട അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൈ പോയി ഇങ്ങനെ തട്ടും. ഇത് അവൻ പിടിക്കത്തില്ല. അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. നീ എന്തിനാ എന്നെ അടിച്ചെന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവന്റെ നേരെ സപ്പോർട്ട് ചെയ്യാൻ വന്ന അക്ബർ ഊളയായെന്ന് പറയാൻ മതി. അവനെ സപ്പോർട്ട് ചെയ്യാൻ ചെന്നതാണ്, അവൻ അടിച്ച് തിരിഞ്ഞ് പറഞ്ഞു. അത്രയും നേരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അക്ബറിന് ഇത് അങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് അക്ബറിനും പൊട്ടി. ഈ സമയത്ത് അബി ഒരു പക്ക ഒരു പോയിന്റ് പറഞ്ഞു. അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവരുടെ കണ്ണ് തുറപ്പിക്കുന്ന പോയിന്റ് ആണ് ആ പറഞ്ഞത്. കറക്റ്റ് കാര്യമാണ് അവൻ പറഞ്ഞത്. ഏത് ടാസ്ക് എടുത്താലും ഒരു ആര്യന് ഒരു ജിസയില് ഇതിവിടെ നിർത്തണം. ബാക്കിയുള്ള കഴിവുകൾ എന്തോ പിന്നെ അവിടെ തിന്നുറങ്ങാൻ വേണ്ടി വന്നതാണോ? അതിനകത്ത് എല്ലാ ടാസ്കിനകത്തോട്ട് ഇവരെ എന്തുവിടാനാണെങ്കിൽ 10 പേരും കണ്ടാണ് ഇന്ന് ആര്യന്റെ പേര് പറഞ്ഞത്. അതുപോലെ തന്നെ അത്രയും പേര് ജിസൈലിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ആര്യൻ ജിസൈല് എന്തുവാടേ ഇത്? ഒരു ബോധമില്ലയോ? സ്വന്തമായിട്ട് കളിക്കാൻ വേണ്ടി നിൽക്കുമല്ലേ മറ്റേളൊന്നും അതിന്റെ അകത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആര്യൻ മുട്ടയടിക്കാതെ സമ്മതിക്കും. പക്ഷെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അവന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ കേൾക്കണം. നാണമുണ്ടോടാ മാറി അങ്ങനെ തന്നെ വിളിക്കും. കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് കളിച്ചിട്ട് പോകണം, അല്ലാതെ ഈ മാതിരി തൊട്ടിപ്പടിക്കില്ല. അവന്റെ ഡിമാൻഡ് ഉണ്ടോ? ഇനി മുതൽ അവൻ മുട്ട അടിച്ചു കഴിഞ്ഞാൽ 4 മുടിക്ക് വേണ്ടിയിട്ട് അവനെ എവിക്ഷനിലോട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് കൊണ്ടുവരുത് എന്ന് വെച്ചാൽ അവനെ ടോപ്പ് 5 അവനെ എത്തിക്കണം. അതാകുമ്പോൾ സുഖമാണല്ലോ, ആരും നോമിനേറ്റ് ചെയ്യത്തില്ല എവിക്ഷനിലോട്ട്, ടോപ്പ് 5 അങ്ങ് കയറി പോകാനല്ലോ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആരും സമ്മതിക്കത്തില്ല, പോയി പണിയൊക്കെടാന്ന് പറയും. ഇങ്ങനെ കരയാതെടാ, ഇങ്ങനെ കരയാതെ. ഉളുപ്പുണ്ടോ ചങ്ങായിനക്ക്? ഇതിലും അന്തസ്സുണ്ടാ രേണുസുയുടെ തലയിലെ പേരിന്, ഇതിനേക്കാൾ അന്തസ്സുണ്ട്. എന്തൊരു പട്ടിഷോ! ഞാൻ ജ്യൂസ് കുടിക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു. വലിയ എന്തോ ഒരു കാര്യം. അവൻ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുന്നതിന്റെ കൂട്ടാണ് പറയും, ഞാൻ ജ്യൂസ് കുടിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ആർക്ക് എന്തിന് ജ്യൂസ് കുടിക്കുന്നതാ? പട്ടിഷ കാണിച്ചിട്ട് നീ മാസമേൽ അടിക്കാൻ ശ്രമിക്കുന്നതാണോ? ഇങ്ങനെ ഒരു നാണം കെട്ടവരെ ഞാൻ കണ്ടിട്ടില്ല, ഉള്ള കാര്യം പറയാലോ. സീരിയസ്ലി ആസനത്തിൽ ആല കളിച്ചു കഴിഞ്ഞാൽ അതും തണലെന്നും പറഞ്ഞ കൊണ്ടു നടക്കുന്നവനാണെന്ന് തോന്നി ഇവനൊക്കെ. ഉളുപ്പില്ലാത്തവൻ. അയ്യയ്യേ, ഇവൻ മൊട്ടയടിക്കത്തുമില്ല. ഇവന്റെ കോണാത്ര ഡയലോഗ് കേട്ടപ്പോഴത്തേക്ക് അപ്പാനിക്കും അക്ബറിനും പൊട്ടി. ചെല്ലും അങ്ങോട്ട് ചീറിപ്പാ ചെല്ലും. ധൈര്യം മുട്ട അടിച്ചിട്ട് പറടാ, അല്ലെങ്കിൽ ജിസൈൽ നിൽക്കുന്ന സ്ഥലത്ത് പോയി എന്നിട്ട് പറടാന്ന് പറയും. അവൻ മാസം അടിക്കാൻ വരുന്നത് പറഞ്ഞിട്ട് ആട്ടി തുപ്പി വിടും. പിന്നെ ആ സ്പോട്ടിൽ കൊടുക്കണം. അത് കറക്റ്റാ കാണിച്ചത്. അങ്ങനെ നമ്മുടെ ആര്യൻ കാക്കതൂറി മുട്ട അടിക്കാൻ തയ്യാറായില്ല. ടാസ്ക് ഫെയിൽ ആവും, ക്യാൻസൽ ചെയ്യും. ഇതിന് ശേഷമാണ് ടാസ്ക് ഫെയിൽ ആയല്ലോ, അനീഷിന് പിന്നെ മിണ്ടാലോ. അനീഷ് പുറത്തിറങ്ങുമ്പോഴാണ് അക്ബറും അപ്പാനിയും കൂടെ അങ്ങ് ചെല്ലും. നീ ഒന്ന് വാ തുറക്കാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കുമായിരുന്നോളാന്ന് പറഞ്ഞ അപ്പാനി അങ്ങോട്ട് ചെല്ലും. പക്ഷെ അക്ബർ ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു പരിപാടി ചെയ്യും. സത്യത്തിൽ അതൊരു ഫിസിക്കൽ അസോൾട്ടിന് തുല്യമാണ്. അത് തലയണ ആയതിന്റെ പേരിൽ ഒന്നും പറ്റിയില്ല. ആ തലയണ പോയിട്ട് ആ ടി വി കൊണ്ടിരുന്നെങ്കിലോ, എറിയുന്ന ഫോഴ്സിൽ വേണമെങ്കിൽ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റാം. അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കുന്ന വല്ല ഫ്ലവർ വേസിലാണോ തട്ടി താഴെ അത് പൊട്ടിയിരുന്നെങ്കിലോ, ആ എറിയുന്ന ഫോഴ്സിലെ ടീപ്പോയുടെ ഗ്ലാസ് തട്ടി ആ ഗ്ലാസ് ആണ് പൊട്ടിയിരുന്നെങ്കിലോ. ഇത് ഫിസിക്കൽ അസോൾട്ടിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അനീഷ് ജസ്റ്റ് മാറിയുണ്ട്, അവന്റെ ദേഹത്ത് കൊണ്ടില്ല. ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു നാളെ ഒരു ഇടിക്കത്തില്ലെന്ന് ആരുണ്ട്. വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്, വളരെ മോശമായിട്ടുള്ള പരിപാടി. അനീഷിന് വ്യക്തമായ എക്സ്പ്ലനേഷൻ കൊടുക്കാനുണ്ട്. കാര്യം അനീഷ് കൃത്യമായി പറയുന്നുണ്ട് ആ ടാസ്ക് ലെറ്ററിനകത്ത് എന്താണ് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ മുതലിനകത്ത് പിടിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് നമ്മളെ ബ്ലഫ് ചെയ്യാൻ വേണ്ടി പല പണിയും നോക്കും. ഇത് ഏടിന്റെ പണിയാണ്, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു എന്നാണ് അനീഷ് പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? ആ കൂട്ടത്തിൽ ഏറ്റവും ടഫസ്റ്റ് കാർഡാണ് അനീഷ് എടുത്തത്. ഒന്നുമില്ല, ഇവർക്ക് ബോധമില്ല. ഈ കളിക്കാൻ പോയ 3 എണ്ണത്തിനും ബോധമില്ല. ഇവിടെ ഇങ്ങനെ ഒരു ടാസ്ക് എന്നപ്പോൾ അതൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് ഏറ്റെടുക്കുവോ ഇല്ലയോ എന്ന് മാത്രമാണ് ബിഗ് ബോസ് അവിടെ നോക്കിയത്. ആ ചലഞ്ച് ഒരിക്കലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നില്ല. ജിസൈൽ മുട്ടയടിക്കാൻ വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പെണ്ണായിട്ടുള്ള ജിസൈലിനെ, അത് മോഡലായിട്ടുള്ള ജിസൈലിനെ ബിഗ് ബോസ് മുട്ട അടിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജിസൈൽ അത് ചൂസ് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ജിസൈലിനെ കൊണ്ട് മുട്ട അടിപ്പിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഏഷ്യാനായിട്ട് ഹോട്ട്സ്റ്റാർ നാളെ എറിയുന്നേനെ. ഇവിടെ ആളുകളെ വെറുതെ വിടുവോ? തോന്നിയാസം ഇല്ലയോ? അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഒരാളടുത്ത് സീസൺ എൻഡ് ചെയ്യുന്നവരെ മിണ്ടായിരിക്കാൻ പറയാണ്. അങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റുമോ? അങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടസ്റ്റന്റിനെ കൊണ്ട് അവിടെ എന്താണ് പിന്നെ ഗുണം? ബിഗ് ബോസ് എന്ന് പറയുന്നത് സംസാരിക്കുന്ന ഷോയാണ്, പ്രതികരിക്കുന്ന ഷോയാണ്. നാക്കാണ് അവിടുത്തെ ആയുധം. നാക്ക് ഒരുത്തന്നെ കെട്ടിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ഗുണമില്ല. അവനെ പിന്നെ പറഞ്ഞ് വീട്ടിൽ വിടുന്നത് നല്ലത്. ഈ കഴുതകള് ഇതൊന്നും മനസ്സിലാക്കാതെ ആ ചലഞ്ച് അക്സെപ്റ്റ് പോലും ചെയ്യാതെ അതിനെ എങ്ങും നശിപ്പിച്ചു കളഞ്ഞു. നിന്നെയൊക്കെ പരീക്ഷിക്കുകയാണ് ബിഗ് ബോസ്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതായി. ഇങ്ങനെ വൈകാരികമായിട്ട് പ്രതികരിച്ചിട്ടോ, അല്ലാതെ ജാതിക്കാടോ തന്തക്കാടോ
അല്ലെങ്കിൽ വുമൺ കാർഡ് ഇറക്കിയിട്ട് ഈ ആര്യൻ കാക്കതൂരുടെ കൂടെ കൂട്ട് നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. തല വേണം, മൂള വെച്ച് ആലോചിക്കണം. അതിനുള്ള കഴിവ് ഒരുത്തരോട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആര്യനും അപ്പാനിയും ജിസയിലും തമ്മിൽ പുറത്ത് മാരക ചർച്ച. അപ്പാനി വന്നിട്ട് നീ മൊട്ട അടിച്ചിരുന്നെങ്കിൽ നിന്നെ ഞാൻ സമ്മതിച്ചേനെ എന്നും പറഞ്ഞ് വൻ ഡയലോഗ്. അപ്പൊ ആര്യൻ തിരിച്ച് ഡയലോഗ് ഇങ്ങോട്ട് ഇറങ്ങും. കുടുംബക്കാര് വരുമെന്ന് പറഞ്ഞ സമയത്ത് അവര് വരണ്ട, എനിക്ക് പോയിന്റ് മതി എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? അവരെ നാളെ ആയാലും കാണാമല്ലോ. ഇതുകൊണ്ട് കഴിഞ്ഞ് വീട്ടിലോട്ടല്ലേ ചെല്ലുന്നത്? ഇത്രയും നാള് കണ്ടതല്ലേ? ടാസ്ക് മതി അല്ലെങ്കിൽ 750 പോയിന്റ് മതി എന്ന് പറഞ്ഞ സമയത്ത് നീ എന്തുകൊണ്ട് മിണ്ടിയില്ല? അപ്പാനിക്ക് ഒരു കിണയും പറയാൻ. അപ്പാനി മ്യൂട്ട് അടിച്ച് അവിടെ നിൽക്കുമായിരുന്നു. എല്ലാം കണക്കാ, എല്ലാം കണക്ക്. അത് കഴിഞ്ഞിട്ട് സരിക ആൻഡ് ആദിൽ ആൻഡ് നൂറ 3 പേരോട് ഇരുന്ന് സംസാരിക്കുകയാണ് ആര്യനെ പറ്റി. ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ഇവന് ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കഴിവേ ഉള്ളൂ, അല്ലാതെ ബുദ്ധി എന്ന് പറയുന്ന കാര്യമില്ല, ഒരു മന്ദബുദ്ധിയാണ്. ഇതിന് ശേഷമാണ് ഗൈസ് ഇത് കാണേണ്ടത്. ഇത് നിങ്ങൾ കാണണം. അടുക്കളയിൽ അനുമോളും ആര്യനും നിൽക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുമോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അനുമോള് 1-2 തവണ കൈയിരിക്കാൻ തവി കൊണ്ട് ഇവന്റെ കുണ്ടിക്കിട്ട് അടിക്കുന്നുണ്ട്. കുണ്ടിക്കോ അല്ലെങ്കിൽ തൊഴയുടെ ഭാഗത്തോ അവിടെയാണ് അടിക്കുന്നത്. അത് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ആ തവി ഒന്ന് കഴിവ് പോലും ചെയ്യാതെ അവിടെ ഇരിക്കുന്ന ചപ്പാത്തി കുഴച്ചോണ്ടിരിക്കുന്ന മാത്രമാണെന്ന് തോന്നുന്നു അതിനകത്തോണ്ട് ഇട്ടേക്കുന്നത്. അത് ബിഗ് ബോസ് നല്ല എടുത്ത് കാണിക്കും. ആ തവി അതിനകത്ത് അങ്ങനെ കൊണ്ടിട്ടേക്കുന്നത് എടുത്ത് കാണിക്കില്ല. അവന്റെ കുണ്ടിക്കടിച്ച ചവിയാണ് ഇതിനകത്ത് കൊണ്ടിട്ടേക്കുന്നത്, എടുത്ത് കാണിച്ച്. രാവിലെ ഇവള് മറ്റേ രേണുവിന്റെ തല പേനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ കടന്ന് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതെന്ത് പറ്റത്തില്ലേ? ഇപ്പൊ ഇസ്ലാമിന്റെ മേളിൽ കയറി നിന്നിട്ട് പാചകം ചെയ്യാം, അത് ഹൈജീൻ ഇഷ്യൂ അല്ലേ? അവന്റെ കുണ്ടിക്കടിച്ച തവി കൊണ്ട് ഇതിനകത്തിട്ട് ഇളക്കാം, അത് ഹൈജീൻ ഇഷ്യൂ അല്ലേ? അതാ പറഞ്ഞേ, അവിടെ ഉള്ള എല്ലാം കണക്കാം, ഒന്നിനൊന്നിന് മെച്ചമാണ്. അത് കഴിഞ്ഞിട്ട് ബിന്നിയും നോറ ആദിലും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അനീഷ് ചെയ്തത് റൈറ്റ് ആണ്, ബിഗ് ബോസിന്റെ പണിയാണ്, കാർഡിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് ബിന്നി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഹൈലൈറ്റ് ആയി നിന്നത് ആ ഒരു ടാസ്ക് തന്നെയായിരുന്നു. ആര്യൻ കാക്കതൂറിയുടെ ടാസ്ക് തൂറി മെഴുകിയവൻ അതിനകത്ത് കിടന്നു. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? കൂടുതൽ ഒന്നും എനിക്കിതിനെ പറ്റി പറയാനില്ല, ഒരു കാര്യവും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, എനിക്ക് ബൈ.